ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു BNB ടോക്സ്. നമ്മൾ നോക്കാൻ പോകുന്ന ബാറ്റിൽ ത്രൂ ഹെവൻ എന്ന് പറയുന്ന സീരീസിൻ്റെ 4ാമത്തെ എപ്പിസോഡാണ്. ഇതിന് മുമ്പുള്ള എപ്പിസോഡ്സ് ഒന്നും കാണാത്തവരാണെങ്കിൽ അത് കണ്ടതിന് ശേഷം മാത്രം ഇത് കാണാൻ ശ്രമിക്കുക. വെച്ച് താമസിപ്പിക്കാതെ വീഡിയോയിലേക്ക് പോകാം. ഹീറോ ആ മോതിരത്തിൽ നിന്ന് തിരിച്ചു വന്ന സിയോസോണിനോട് ഈ മോതിരത്തിനുള്ള ഒരു ഗ്രാൻഡ് മാസ്റ്റർ ഉണ്ട്, അദ്ദേഹമാണ് എന്നെ ഇതെല്ലാം പഠിപ്പിക്കുന്നത്. ഗ്രാൻഡ് മാസ്റ്റർ മാത്രമല്ല, അവിടെ കുറേ സ്ഥലങ്ങളുണ്ട്, വലിയ മലകളും അരുവികളും അങ്ങനെ കുറേ സ്ഥലങ്ങളുണ്ട് കാണാൻ. ഇതൊക്കെ പറഞ്ഞ് ആരെങ്കിലും വിശ്വസിക്കുമോ? അത് തന്നെയാണ് സിയോസോണിനും. അവളും ഇതൊന്നും വിശ്വസിക്കുന്നില്ല. എൻ്റെ അടുത്തും കുറേ മാസ്റ്റേഴ്സ് ഉണ്ട്, ഞാനും അവരുടെ സോളൊക്കെ അടച്ചു വെച്ചിരിക്കുകയാണെന്നും പറഞ്ഞ് അവനെ കളിയാക്കുകയാണ്. നിനക്ക് സത്യം പറയാൻ പറ്റില്ലെങ്കിൽ അതങ്ങ് പറഞ്ഞാൽ പോരെ, അല്ലാതെ ഇങ്ങനെ കഥയൊന്നും പറയേണ്ട ആവശ്യമില്ല. എന്തായാലും നീ ഇപ്പോൾ വളരെയധികം ശക്തിശാലിയാണ്, നിന്നെ ഹെവൻ ഗിഫ്റ്റ് ചെയ്തതെന്ന് ഞാൻ കരുതിക്കോളാം എന്നവൾ പറയുകയാണ്. എനിക്ക് അപകടം വരുമോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല, എന്തായാലും ഞാൻ നല്ല ലക്കിയാണ്, കാരണം എപ്പോഴും നീ എൻ്റെ കൂടെ ഇല്ലേന്നും പറഞ്ഞ് ഹീറോ അവളെ നോക്കി ഒന്നിച്ചിരിക്കുകയാണ്. അത് കേട്ട ഹീറോയിൻ ഫീലായിട്ട്, ചെറുപ്പത്തിൽ എനിക്ക് ഒട്ടും വയ്യായിരുന്ന സമയത്ത് ഒരു ചെറിയ പയ്യനാണ് എന്നെ നോക്കിയിരുന്നത്, അവൻ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അവൻ്റെ എനർജി ഉപയോഗിച്ചാണ് അവൻ എന്നെ വാമായി വെച്ചിരുന്നത്. രാവിലെ എൻ്റെ റൂമിലേക്ക് വരുമ്പോൾ അവൻ വളരെയധികം എനർജിയോടാണ് വരുന്നത്, എന്നാൽ തിരിച്ചു പോകുമ്പോൾ അവൻ വളരെയധികം വീക്കായിട്ടാണ് പോകുന്നത്. അത് ആരാണെന്ന് അറിയാമോ എന്ന് സിയോസോൺ ഹീറോയോട് ചോദിക്കുമ്പോൾ ഹീറോ ലൈറ്റായിട്ടൊന്ന് ചിരിച്ചിട്ട് അത് ഞാനല്ലേ എന്ന് ചോദിക്കുകയാണ്. അതൊക്കെ ഇരിക്കട്ടെ, നിൻ്റെ അച്ഛൻ നിന്നെ കാണണമെന്ന് പറഞ്ഞു എന്ന് പറയുമ്പോൾ ഹീറോയും പെട്ടെന്ന് തന്നെ അവൻ്റെ അച്ഛൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. അതേസമയം ഹീറോയുടെ അച്ഛൻ ഹീറോ എടുത്ത് ആ സ്ക്രോളും പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഹീറോയ്ക്ക് ഒന്നും തന്നെ മനസ്സിലാവുന്നില്ല. ഇതെന്തിനാണ് നീ ഇതെടുത്തതെന്ന് ചോദിക്കുകയാണ്. വെറുതെ എടുത്താണെന്ന് അവൻ പറയുന്നുണ്ടെങ്കിലും നിനക്ക് ഹൈ ലെവലിലേക്ക് പോകാനായിരുന്നെങ്കിൽ ഇതിൻ്റെ മുകളിലുള്ള സ്കൈ റാക്കിലേക്ക് പോകാമായിരുന്നു, അല്ലെങ്കിൽ ഒരു ലെവലിലൂടെ താഴെയുള്ള ബ്ലാക്ക് റാക്കിലേക്ക് ചെല്ലാമായിരുന്നു. എന്നാൽ നീ കറക്റ്റായിട്ട് എർത്ത് റാക്കിലേക്ക് ചെന്ന് ഈ സ്ക്രോളാണ് എടുത്തുകൊണ്ട് വന്നത്. എന്നാൽ ഇത് പകുതി മാത്രമേ ഉള്ളൂ. ഇത് ശരിക്കും സ്കൈ റാക്കിലിരിക്കേണ്ടതാണ്, ഇതിൻ്റെ പകുതി ഉള്ളതുകൊണ്ട് മാത്രമാണ് എർത്ത് റാക്കിൽ അബദ്ധത്തിൽ വെച്ചത്. അദ്ദേഹം സത്യങ്ങളൊക്കെ ഇങ്ങനെ അവനോട് ചോദിക്കുമ്പോൾ ഹീറോയ്ക്കും എന്ത് പറയണമെന്നറിയാതെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ഞാനിത് ചുമ്മാതെ എടുത്താണെന്ന് പറയുന്നുണ്ടെങ്കിലും ഇവിടെ നടക്കുന്നതൊന്നും ചുമ്മാതല്ലെന്ന് എനിക്കറിയാം. ഇത് നിൻ്റെ ലക്കുകൊണ്ട് നീ വിജയിച്ചതല്ല, നീ ഏതോ ഒരു മാസ്റ്ററിൻ്റെ കീഴിൽ രഹസ്യമായിട്ട് ട്രെയിനിങ് എടുക്കുന്നുണ്ട്. സത്യം പറ, അത് ആരാണെന്ന് ചോദിക്കുകയാണ്. ഹീറോ നല്ല രീതിയിൽ പേടിച്ച് അങ്ങനെയൊന്നും ഇല്ലെന്ന് പറയുകയാണ്. എന്നാൽ ഹീറോയുടെ അച്ഛൻ പെട്ടെന്ന് തന്നെ ആ സ്ക്രോൾ വലിച്ചെറിഞ്ഞിട്ട് ഹീറോയെ ആക്രമിക്കാൻ വേണ്ടി വരികയാണ്. ഹീറോയും പേടിച്ച് പെട്ടെന്ന് തന്നെ അദ്ദേഹത്തെ തിരിച്ചാക്രമിക്കുകയാണ്. 8 എക്സ്ട്രീം പവർ ഉപയോഗിച്ച് ആക്രമിക്കുന്നത് കൊണ്ട് തന്നെ അദ്ദേഹം തെറിച്ച് വീഴുകയാണ്. പെട്ടെന്ന് ഗാർഡ്സ് എല്ലാം കൂടെ അവരെ രണ്ടുപേരെയും ചുറ്റി വളയുകയാണ്. ഗാർഡ്സിനോട് പുറകിലേക്ക് മാറാൻ പറഞ്ഞിട്ട് ഹീറോ അടുത്തേക്ക് ചെല്ലുകയാണ്. ഇത് വളരെയധികം പവർഫുള്ളായ മൂവാണ്, ഇത് നിനക്കെങ്ങനെ അറിയാമെന്ന് ഹീറോ എടുത്ത് ചോദിക്കുമ്പോൾ എൻ്റെ അമ്മ എന്നെ ഇത് പഠിപ്പിച്ചില്ല, എന്നാൽ അമ്മ എനിക്കൊരു സാധനം തന്നിട്ടാണ് പോയതെന്നും പറഞ്ഞ് ആ റിങ് എടുത്ത് കാണിച്ചു കൊടുക്കുകയാണ്. ഹീറോയുടെ അച്ഛൻ പെട്ടെന്ന് തന്നെ ആ റിങ് മറച്ചു വെച്ചിട്ട് നീ ഏതോ തെറ്റായ വഴി കൂടെ പോകാണെന്നാണ് ഞാൻ വിചാരിച്ചത്, ഇപ്പോഴാണ് എനിക്ക് സമാധാനമായത്, ഈ രഹസ്യം സീക്രട്ടായിട്ട് തന്നെ ഇരിക്കട്ടെ എന്ന് അവൻ്റെ അടുത്ത് പറഞ്ഞിട്ട് അവനെ വിളിച്ചുകൊണ്ട് മുന്നിലേക്ക് നടക്കുകയാണ്. കുറച്ച് നേരത്തേക്ക് ഞാനൊന്ന് പേടിച്ചു പോയി. നീ പേടിച്ചെന്നോ? നിൻ്റെ ആ മൂവ് കാരണം ഞാനാണ് പേടിച്ചത്. നീ ശ്രദ്ധിച്ചില്ലെങ്കിൽ ആ മൂവ് കാരണം ആൾ തന്നെ ഇല്ലാതായി പോവില്ലോ എന്നും പറഞ്ഞ് അവനെ കളിയാക്കുകയാണ്. നീ അക്കാഡമിയിലേക്ക് പോവില്ലേ? അതിനു മുൻപ് നമ്മുടെ പാരമ്പര്യമായിട്ടുള്ള ഒരു മന്ത്രം ഞാൻ നിന്നെ പഠിപ്പിക്കാം. നിനക്ക് ബീറ്റ് ചെയ്യാൻ സാധിക്കാത്ത ഒരാൾ നിൻ്റെ മുന്നിലേക്ക് വന്നാൽ നീ ഓടി രക്ഷപ്പെടണമെന്നൊരു അഡ്വൈസും കൊടുത്തിട്ട് അവൻ്റെ അച്ഛൻ അവിടെ നിന്ന് പോവുകയാണ്. അടുത്ത സീനിൽ ജിയാനാൻ അക്കാഡമിയെക്കുറിച്ച് ഒരു ഇൻട്രോ കാണിക്കുകയാണ്. 1000 വർഷങ്ങൾക്ക് മുൻപ് ലോഡ് ഓഫ് ഫൈറ്റ് കാരണമാണ് ഈ അക്കാഡമി തന്നെ ഉണ്ടായത്. ജിയാനാൻ അക്കാഡമിയാണ് ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള അക്കാഡമി. ഓരോ വർഷവും അവരുടെ ക്യൂവി പവർ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി കുറേ സ്റ്റുഡൻസ് അവിടേക്ക് വരാറുണ്ട്. അടുത്ത സീനിൽ സിയുവിനും ആ അക്കാഡമിയിലേക്ക് പോവുകയാണ്. എന്നാൽ കാടിന് നടുക്കെത്തിയ സ്റ്റുഡൻസിനെ എല്ലാവരെയും എൽഡർ തടഞ്ഞു നിർത്തി, ഇത് നിങ്ങൾക്കുള്ളൊരു ടാസ്ക്കാണ്, ഇന്ന് നിങ്ങൾ ഇവിടെ ടെൻ്റ് അടിച്ച് ഭക്ഷണം കഴിച്ച് താമസിച്ച് ഇവിടെ നിന്ന് മുന്നോട്ട് പോയാൽ മതി എന്ന് പറയുകയാണ്. ഇവിടെ നിന്ന് അക്കാഡമിയിലേക്ക് നിങ്ങൾ തന്നെ വേണം വരാൻ. അവരവരുടെ ശക്തി ഉപയോഗിച്ച് ഒരാൾക്ക് 10 ടോക്കൺ എന്ന രീതിയിൽ ടോക്കൺ കൊടുക്കുകയാണ്. ഈ ടോക്കൺ ഉപയോഗിച്ച് നിങ്ങൾക്ക് അടുത്ത ടൗണിൽ വെച്ച് നിങ്ങൾക്ക് ഫുഡും ഭക്ഷണവും താമസ സ്ഥലവും എല്ലാം കിട്ടും, എന്നാൽ 1 മാസത്തേക്ക് മാത്രമാണ്. എന്നാൽ ഇത് നിങ്ങൾ നഷ്ടപ്പെടുത്തിയാൽ ഞങ്ങൾ ഉത്തരവാദിയല്ലെന്നും പറഞ്ഞ് ആ എൽഡർ അവിടെ നിന്ന് പോവുകയാണ്. ഇതെന്താ പകുതിക്ക് ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോയല്ലോ എന്നും പറഞ്ഞ് സ്റ്റുഡൻസ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ 2 സ്റ്റുഡൻസ് പറന്നു വന്ന് അവിടേക്ക് വീഴുകയാണ്. ഇത് കണ്ട ഹീറോ അവരെ എണ്ണിപ്പിച്ചിട്ട് എന്ത് പറ്റിയെന്ന് ചോദിക്കുകയാണ്. ആ അക്കാഡമിയിലുള്ള സീനിയർ സ്റ്റുഡൻസ് ഇവിടേക്ക് വന്ന് ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന ബാഡ്ജും എടുത്തുകൊണ്ട് പോയി, ഞങ്ങൾ ഇനി എന്ത് ചെയ്യുമെന്നും ചോദിച്ച് അവരോട്ടിരുന്ന് കരയുകയാണ്. ഹീറോ നോക്കുമ്പോൾ അവൻ്റെ കൂടെ വന്ന ഹോട്ടൺ എന്ന് പറയുന്ന ഒരു പയ്യനെ മാത്രം കാണുന്നില്ല. അവനൊരു സ്ഥലത്ത് വന്ന് ഒളിച്ചിരിക്കുകയാണ്. എന്നാൽ പെട്ടെന്ന് തന്നെ ആ സീനിയർ സ്റ്റുഡൻസ് വന്നിട്ട് അവനെ ആ മരത്തിൻ്റെ ചുവട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് പോവുകയാണ്. സ്റ്റുഡൻസ് എല്ലാവരും വളരെയധികം അലർട്ടായിട്ട് മുന്നോട്ട് പോവുകയാണ്. എന്നാൽ ഓരോരുത്തരെയായിട്ട് അവർ പൊക്കി എടുത്തുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സീനിയേഴ്സ് പിടിച്ചുകൊണ്ട് വന്ന സ്റ്റുഡൻസിനെ എല്ലാം ഒരു സ്ഥലത്തിരുത്തി അവരുടെ കയ്യിലുണ്ടായിരുന്ന ടോക്കണൊക്കെ അവന്മാർ നിർബന്ധിച്ച് മേടിക്കുകയാണ്. ഇത് കണ്ട ഹീറോ പെട്ടെന്ന് തന്നെ അവിടേക്ക് വന്നിട്ട് അവരെ രക്ഷിക്കാൻ ശ്രമിക്കുകയാണ്. ഇപ്പോൾ ഹീറോയ്ക്കും സീനിയറിനും ഇടയിൽ ഫൈറ്റ് ഉണ്ടാകുകയാണ്. സീനിയർ അവൻ്റെ ശക്തി ഉപയോഗിക്കുമ്പോൾ ഹീറോ 8 എക്സ്ട്രീം കൊളാപ്സ് ഉപയോഗിച്ച് അവനെ തിരിച്ചാക്രമിക്കുകയാണ്. 2 പവറും കൂട്ടിമുട്ടുമ്പോൾ അവർ രണ്ടുപേരും പുറകിലേക്ക് വീഴുകയാണ്. അവിടെ ഉണ്ടായിരുന്ന സ്റ്റുഡൻസ് എല്ലാവരും രക്ഷപ്പെടുന്നുണ്ട്. വന്ന കാര്യം കഴിഞ്ഞതുകൊണ്ട് തന്നെ ഹീറോയും അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ്. ഹീറോയുടെ ഗ്യാങ് മുഴുവൻ കാടിൻ്റെ നടുക്ക് തീ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓട്ടം വളരെയധികം ഫീലായിട്ട് എൻ്റെ 3ാമത്തെ ചാൻസ് നഷ്ടപ്പെട്ടു, ഇനി ഞാൻ തിരിച്ച് നാട്ടിലേക്ക് ചെന്ന് അവിടെ എന്തെങ്കിലും ഒരു ജോലി നോക്കണമല്ലോ എന്നൊക്കെ പറയുകയാണ്. അടുത്തിരുന്ന ലിഞ്ചുയ, നീ ഇങ്ങനെ വിഷമിക്കാതെ, ആ എനർജി ടോക്കൺ ഇല്ലെങ്കിലും നിനക്ക് അക്കാഡമിയിലേക്ക് വരാൻ സാധിക്കും. നീ എന്തായി പറയുന്നത്? ഫ്രഷേഴ്സിൽ ആകെ 3 പേരിൽ 2 പേര് മാത്രമേ ഈ കാട് താണ്ടി അപ്പുറത്തേക്ക് പോകാറുള്ളൂ. അതും ടോക്കൺ ഇല്ലാതെ കാട് താണ്ടി അപ്പുറത്തേക്ക് ചെന്നാൽ പണിയെടുക്കേണ്ടി വരും. ആദ്യ മാസം കഴിയുന്നതിന് മുൻപ് അവർ പിന്നെയും ഫിൽറ്ററിങ് ചെയ്യും. അതൊക്കെ കഴിഞ്ഞ് എനിക്ക് ആ അക്കാഡമിയിലേക്ക് എത്താൻ സാധിക്കുമെന്ന് എനിക്കൊരു ഉറപ്പുമില്ല. പെട്ടെന്ന് ഹീറോയും മുന്നിലേക്ക് വന്നിട്ട് അതോർത്ത് വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ കയ്യിൽ നിന്ന് ടോക്കൺ എടുത്തുകൊണ്ട് പോയവർ വലിയ ആളുകളൊന്നുമില്ല, അവരും നമ്മളെപ്പോലെ മനുഷ്യരാണ്. നമ്മൾ ഫൈറ്റേഴ്സ് ആവാൻ പോവുകയാണ്. ഈ ചെറിയ പ്രശ്നത്തിൽ ഇങ്ങനെ പേടിച്ചാൽ നമ്മൾ വലിയ ഫൈറ്റേഴ്സിനെയൊക്കെ എങ്ങനെ നേരിടും? ഹീറോയും അത് കേട്ടിട്ട് സിയോസോൺ പറയുന്നത് ശരിയാണ്, നമ്മളെല്ലാവരും ഫൈറ്റേഴ്സ് ആവാൻ പോവുകയാണ്, ഫൈറ്റേഴ്സ്
മറ്റുള്ളവരെ സഹായിക്കണം. എന്നാൽ നമ്മുടെ ബാഡ്ജ് നമ്മളെക്കൊണ്ട് പോലും സംരക്ഷിക്കാൻ സാധിച്ചില്ലെങ്കിൽ പിന്നെ നമ്മൾ ഫൈറ്റേഴ്സായിട്ട് എന്തെടുക്കാനാണെന്ന് ചോദിക്കുകയാണ്. അത് കേട്ട് ബാക്കിയുള്ളവരെല്ലാവരും ഇങ്ങനെ നമ്മളവരെ വെറുതെ വിടാൻ പാടില്ല, നമ്മുടെ ബാഡ്ജ് നമ്മൾ തന്നെ തിരിച്ചെടുക്കണമെന്ന് അവർ തീരുമാനിക്കുകയാണ്. ശരി, ആർക്കൊക്കെ എന്തൊക്കെ അറിയാമെന്ന് ഹീറോ ചോദിക്കുകയാണ്. ആദ്യത്തെ ആൾ, എനിക്ക് പേരൻസ് ഒന്നുമില്ല, എന്നെ ഹെവൻ ഇവിടേക്ക് അയച്ചിരിക്കുകയാണ്, ഞാൻ ഇവിടെ ജീവിച്ചു വരികയാണെന്ന് പറയുകയാണ്. രണ്ടാമത് ലിൻസുയെ, എൻ്റെ പേരൻസ് സോലാൾ കൂടെ യുദ്ധം ചെയ്യാൻ വേണ്ടി പോയതാണ്, പോയൊരു ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല, ഞാൻ എൻ്റെ അങ്കിളിൻ്റെ കൂടെ മാജിക്കൽ മൗണ്ടനിലാണ് ജീവിക്കുന്നത്, എനിക്ക് ബീസ്റ്റിനെയൊക്കെ വേട്ടയാടാൻ അറിയാമെന്നും പറയുകയാണ്. അടുത്തത് മോട്ടോയൻ, ഞാനൊരു മെഡിക്കൽ സ്റ്റുഡൻ്റാണ്, എനിക്കറിയാത്ത ഫോർമുലയില്ല. ഇത് കേട്ട ഹീറോ വളരെയധികം സന്തോഷത്തിൽ, നിന്നെയാണ് എനിക്ക് വേണ്ടത്, നീ ഇതിനു മുമ്പ് ഈ കാട്ടിൽ വന്നിട്ടുണ്ട്, അത് മാത്രമല്ല നിനക്ക് കെമിക്കൽസിനെ കുറിച്ചും അറിയാം, നിന്നെ അയച്ചാണ് നമ്മൾ അവർക്കെതിരെ പോരാടുന്നതെന്നും പറഞ്ഞ് ഹീറോ പ്ലാൻ തയ്യാറാക്കുകയാണ്. സീനിയേഴ്സ് മുഴുവൻ മൂന്നായിട്ടാണ് പിരിഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് സ്റ്റേജിലുള്ളത് ബൈജാനാണ്, രണ്ടാമതുള്ളത് വൈറ്റ് ഈവിളും ബ്ലാക്ക് ഈവിൾ എന്നും പറഞ്ഞ രണ്ട് സീനിയേഴ്സും അവരുടെ ആളുകളുമാണ്. അവർക്ക് ഗ്രാൻഡ് മാസ്റ്റേഴ്സിൻ്റെ ടെക്നിക്ക് അറിയാമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഈ രണ്ട് ലെവലിൽ നമ്മൾ എങ്ങനെയും കടന്നെന്ന് കരുതിക്കും. മൂന്നാമതുള്ളത് ബൈസനാണ്, അവൻ്റെ ശക്തി എന്താണെന്ന് ഇതുവരെ ആർക്കും അറിയില്ല. അവൻ്റെ അടുത്ത് ചെന്നിട്ടുള്ള ജൂനിയേഴ്സ് എല്ലാവരും കാലും കൈയും ഒടിഞ്ഞാണ് തിരിച്ചു വന്നിട്ടുള്ളത്. അടുത്ത ദിവസം ഹീറോയിനും മരത്തിൻ്റെ മണ്ടയിലിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും സൈറ്റ് അടിച്ചിട്ട് സീനിയർ ഗ്രൂപ്പ് വരുന്നുണ്ടോ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. താഴെയുള്ള ആളുകളെല്ലാം തീ കത്തിച്ച് എന്തോ ഒരു സൊല്യൂഷൻ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ലിജുവാൻ വേണമെന്ന് വെച്ച് സൊല്യൂഷൻ റെഡിയായി, ഇന്ന് ഇത് കുടിച്ചാൽ നമ്മുടെ പവർ ഇരട്ടിക്കുമെന്ന് ഉറക്കെ വിളിച്ച് പറയുകയാണ്. അവർ വിചാരിച്ചതുപോലെ തന്നെ അവരുടെ സൗണ്ട് കേട്ട് സീനിയർ ഗ്രൂപ്പ് അവിടേക്ക് വരികയാണ്. സീനിയർ ഗ്രൂപ്പിനെ ശ്രദ്ധയിരിക്കാൻ വേണ്ടി ഹീറോയുടെ ഗ്യാങ് ആ സൊല്യൂഷൻ കൊണ്ട് അവിടെ നിന്ന് ഓടുകയാണ്. ഇത് കണ്ട സീനിയർ ഗ്രൂപ്പ് അവരുടെ പുറകെ ചെല്ലുകയാണ്. അവരുണ്ടാക്കി വെച്ചിരുന്ന ട്രാപ്പിൻ്റെ അടുത്തേക്കാണ് ചെല്ലുന്നത്. ട്രാപ്പിൻ്റെ അടുത്തേക്ക് ചെന്ന ഉടനെ ആ ട്രാപ്പ് ആക്ടിവേറ്റ് ചെയ്യുകയാണ്. പെട്ടെന്ന് തന്നെ അവർ ആ ട്രാപ്പിൽ കൊടുക്കുകയാണ്. നിങ്ങൾ ഞങ്ങളുടെ ബാഡ്ജ് എടുക്കും അല്ലേന്നും ചോദിച്ച് അവർ താഴെയായിട്ട് തീ കത്തിക്കുകയാണ്. ഇത് കണ്ട് പേടിച്ച സീനിയേഴ്സ് ഞങ്ങൾ താഴെ ഇറക്കാൻ പറയുകയാണ്. ഹീറോയും അവരെ താഴെ ഇറക്കിയിട്ട് അവിടെ ഉണ്ടായിരുന്ന സ്ത്രീകളെ പറഞ്ഞു വിട്ടിട്ട് അവരുടെ ഡ്രസ്സൊക്കെ അഴിച്ച് അവിടെ മരത്തിൽ കെട്ടിയിടുകയാണ്. കാട്ടിലുണ്ടായിരുന്ന രണ്ടാമത്തെ ഗ്രൂപ്പായ ബ്ലാക്ക് ഡോളും വൈറ്റ് ഡോളും അവിടേക്ക് വരുമ്പോൾ ഇവരിങ്ങനെ കെട്ടിയിട്ടിരിക്കുന്നതാണ് കാണുന്നത്. അവന് നടന്ന കാര്യങ്ങളൊക്കെ അവരോട് പറയുകയാണ്. അടുത്ത സീനിൽ ഹീറോയുടെ ഗ്യാങ് കൂടെ ആ സീനിയേഴ്സിൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയ ബാഡ്ജ് ഷെയർ ചെയ്യുന്നതിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഇതെല്ലാം മറിഞ്ഞ് നിന്ന് ആ ബ്ലാക്ക് ഡോളും വൈറ്റ് ഡോളും കേൾക്കുന്നുണ്ട്. 500 ബാഡ്ജ് കിട്ടി, അതിൽ 300 ഹീറോയ്ക്കും ബാക്കി 200 നിങ്ങൾക്ക് എല്ലാവർക്കും എന്ന് പറയുമ്പോൾ അതെന്ത് പരിപാടിയാണ്, 300 ടോക്കൺ നിനക്കും ബാക്കി 200 ടോക്കൺ ഞങ്ങൾക്കുമോ, ഇത് എൻ്റെ ഐഡിയ ആണെന്നും പറഞ്ഞ് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കുകയാണ്. ഇത് കേട്ട ബ്ലാക്ക് ഡോളും വൈറ്റ് ഡോളും 500 ടോക്കൺസോ, നമുക്ക് ജാക്ക് പോട്ട് ആണല്ലോ എന്നും പറഞ്ഞിട്ട് അവസരം കിട്ടുമ്പോൾ ആക്രമിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അവസരം കിട്ടിയോടനെ ഹീറോയെ ആക്രമിച്ച് ആ ടോക്കൺ കൈക്കലാക്കുകയാണ്. നിലത്ത് വീണ ഹീറോ എല്ലാം പ്ലാൻ പ്രകാരം നടക്കുന്നുണ്ടല്ലോ എന്നും പറഞ്ഞ് ചെറുതായിട്ടൊന്ന് ചിരിക്കുകയാണ്. ബ്ലാക്ക് ഡോൾ, നിനക്ക് ഇത്രയ്ക്ക് അഹങ്കാരമോ, ഞങ്ങളുടെ കയ്യിൽ നിന്ന് ടോക്കൺ എടുക്കാൻ മാത്രമായോ എന്നും ചോദിച്ചിട്ട് ഹീറോയൊക്കെ ഉണ്ടാക്കി വെച്ചിരുന്ന ആ സൂപ്പ് എടുത്ത് കുടിക്കുകയാണ്. ഡ്രസ്സൊക്കെ ഒപ്പിച്ച് ബൈജനും അവിടേക്ക് വന്നിട്ട് എനിക്ക് ഒരു വാദാവെന്നും പറഞ്ഞ് അവരുടെ എല്ലാം ചുറ്റും നടക്കുകയാണ്. എന്നാൽ പെട്ടെന്ന് തന്നെ അത് കുടിച്ചുകൊണ്ടിരുന്ന ബ്ലാക്ക് ഡോളിൽ നിന്ന് ബോധം കിട്ടി വീഴുകയാണ്. ബ്ലാക്ക് ഡോൾ മാത്രമല്ല വൈറ്റ് ഡോളും ബാക്കി ഉണ്ടായിരുന്ന എല്ലാവരും ബോധം കിട്ടി വീഴുകയാണ്. അപ്പോൾ അവരുടെ കൂടെ ആകെ ബോധമുള്ളത് ബൈജാന് മാത്രമാണ്. എന്നെ ഒന്നും ചെയ്യില്ലെന്നും പറഞ്ഞ് അവൻ അവിടെ ഒന്ന് ഓടി രക്ഷപ്പെടാൻ നോക്കുകയാണ്. എന്നാൽ കാല് തെറ്റി നിലത്തേക്ക് വീഴുമ്പോൾ ഹീറോയൊക്കെ അവൻ്റെ പുറകെ ചെല്ലുകയാണ്. അടിക്കരുത്, ഞാൻ ഇപ്പോൾ ഡ്രസ്സ് ഇട്ടുകളെന്നും പറഞ്ഞ് അവൻ ആ ഡ്രസ്സ് പൊത്തിപ്പിടിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഹീറോയൊക്കെ വന്നിട്ട് അവൻ്റെ ഡ്രസ്സ് അടിച്ചിട്ട് മറ്റേ സീനിയേഴ്സിൻ്റെ കൂടെ കെട്ടി നിർത്തുകയാണ്. ഹീറോയൊക്കെ അവരുടെ കയ്യിൽ നിന്ന് കിട്ടിയ ബാഡ്ജ് ഷെയർ ചെയ്യുകയാണ്. ഒരാൾക്ക് 200 ബാഡ്ജ് വെച്ച് കിട്ടുകയാണ്. എത്രയും ബാഡ്ജ് ഉണ്ടായിട്ടാണോ പിന്നെ നിങ്ങൾക്ക് ആക്രാന്തം, പിന്നെ ഞങ്ങളുടെ കയ്യിൽ നിന്ന് തട്ടിപ്പറിക്കാൻ നോക്കിയത് എന്തിനാണെന്ന് ചോദിക്കുമ്പോൾ നീയൊക്കെ അക്കാഡമിയിലേക്കല്ലേ വരുന്നത്, നിന്നെയൊക്കെ അവിടെ വെച്ച് കണ്ടോളാമെന്ന് അവന്മാർ വെല്ലുവിളിക്കുകയാണ്. ഇവിടെ അക്കാഡമിയിൽ വന്ന സ്റ്റുഡൻസിനെ എല്ലാവരെയും എൽഡേഴ്സ് വെൽക്കം ചെയ്യുകയാണ്. അതേസമയം ആ സീനിയേഴ്സ് തുണിയില്ലാതെ അവിടേക്ക് വരുന്നത് കാണുകയാണ്. എന്തൊക്കെയാണെങ്കിലും അവരതൊന്നും ശ്രദ്ധിക്കാതെ വന്ന സ്റ്റുഡൻസിനെ എല്ലാവരെയും വെൽക്കം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അടുത്ത സീനിൽ കാട്ടിലുള്ള ഹീറോയൊക്കെ അവിടെ ഉണ്ടായിരുന്ന ഒരാളുടെ അടുത്ത് വന്ന് വഴി ചോദിക്കുകയാണ്. ഇവിടെ നിന്ന് അക്കാഡമിയിലേക്ക് പോകുന്ന വഴി ഏതാണെന്ന് ചോദിക്കുമ്പോൾ അക്കാഡമി ഇവിടെ നിന്ന് അടുത്താണ്, എന്നാൽ എന്നെക്കൊണ്ട് വഴി പറയാൻ സാധിക്കില്ല. ഹീറോയ്ക്കൊക്കെ ഡൗട്ട് ആവുകയാണ്. നിങ്ങളുടെ പേരെന്താണെന്ന് ചോദിക്കുമ്പോൾ ബൈസൺ എന്ന് പറയുകയാണ്. അപ്പോൾ ഇതാണല്ലേ മൂന്നാമത്തെ സ്റ്റേജ് എന്നും പറഞ്ഞ് ഹീറോയൊക്കെ അലർട്ട് ആവുകയാണ്. ലിൻസുയെ പാഞ്ഞു എന്നവനെ ആക്രമിക്കാൻ ചെല്ലുകയാണ്. എന്നാൽ അവൻ നിസ്സാരമായിട്ട് അത് തടഞ്ഞിട്ട് അവനെ തിരിച്ചാക്രമിക്കുകയാണ്. ഇത് കണ്ട ഹീറോയും അവനെതിരെ യുദ്ധം ചെയ്യുകയാണ്. എന്നാൽ ഹീറോയേക്കാളും പവർഫുള്ളാണ് അവൻ. അവൻ്റെ ഒറ്റ ഇടിക്കാൻ ഹീറോയുടെ വായിൽ നിന്ന് രക്തം വരികയാണ്. അവിടെയുള്ള സ്റ്റുഡൻസ് എല്ലാവരും അവൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ അവൻ മിന്നൽ വേഗത്തിൽ ചെന്ന് അവരെ എല്ലാവരെയും ആക്രമിച്ച് ഫ്രീസ് ചെയ്യുകയാണ്. ഇത് കണ്ട ഹീറോ യുദ്ധം ചെയ്തിട്ട് കാര്യമില്ലെന്ന് മനസ്സിലാക്കി അവൻ്റെ മോതിരം എടുത്ത് തലയിൽ വെച്ച് അനങ്ങാൻ നിൽക്കുകയാണ്. എന്നാൽ അവനാണെങ്കിൽ നിങ്ങളുടെ ബാഡ്ജൊക്കെ എനിക്ക് തിരിച്ചു തരാൻ പറയുകയാണ്. എന്നാൽ ഹീറോ അനങ്ങാൻ നിൽക്കുന്നുണ്ട്. അവനൊന്നും തന്നെ മനസ്സിലാവുന്നില്ല. ഹീറോ നേരെ ആ മോതിരത്തിനുള്ളിലേക്ക് ചെന്നിട്ട് മാസ്റ്റർ എന്നെ രക്ഷിക്കണമെന്ന് പറഞ്ഞ് ഓടി ചെല്ലുകയാണ്. ഹീറോ അവിടെ നിന്ന് നോക്കിയിട്ട് മാസ്റ്ററിനെ കാണുന്നില്ല. അവസാനം ഹീറോ മുകളിലേക്ക് നോക്കുമ്പോൾ ആ ഓടിൻ്റെ പുറത്തായിട്ട് കിടക്കുകയാണ്. ഗ്രാൻഡ് മാസ്റ്റർ എന്നെ രക്ഷിക്കണമെന്നും പറഞ്ഞ് ഹീറോ വിളിച്ചു പോകുന്നതും കാണിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് അവസാനിക്കുകയാണ്. പുതിയ ഓരോ ക്യാരക്ടേഴ്സിൻ്റെ പേര് പറയാൻ നല്ല പാടാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയിട്ടുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക. നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്ത ബാക്കി വീഡിയോസൊക്കെ കാണാത്തവരാണെങ്കിൽ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോയ്ക്ക് എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് അറിയിക്കാൻ മറക്കരുത്. ബൈ ഫ്രണ്ട്സ്.